നമുക്ക് ഇവിടുത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് ഞാൻ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ എന്നാലും ജയേട്ടൻ പിന്നെ എന്നും ഞാൻ എന്നെ മദ്രാസ് കാണുമ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വാങ്ങിത്തരാറാണ് പതിവ്. അതുപോലെ തന്നെയായിരുന്നു ഒഴിവ് ദിവസങ്ങളിലെല്ലാം. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ മെറീന ബീച്ചിൽ പോകാറുണ്ടായിരുന്നു. ഒരുപാട് മോഹങ്ങൾ ജയേട്ടനുണ്ടായിരുന്നു. ശിവാജി ഗണേശൻ്റെ കർണൻ എന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമ നമുക്ക് മലയാളത്തിൽ ചെയ്യണടാ, അതിൽ എനിക്ക് ആ കർണനായിട്ട് അഭിനയിക്കണം. തടവറ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജയേട്ടൻ അത് എന്നോട് പറഞ്ഞത്. പാവം, അത് ചെയ്യാൻ ജയേട്ടന് യോഗം ഉണ്ടായില്ല, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിലൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റിന് എന്നേക്കാൾ കൂടുതൽ ജയേട്ടനായിരിക്കും അറിയാം. കാരണം ജയേട്ടൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും അതിലേതെങ്കിലും ഒരു മോട്ടോർ ബൈക്കിൻ്റെ രംഗമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും, ഡാ ആ മോട്ടോർ ബൈക്കൊന്ന് കൊടുത്തയക്കണം മോനെ, എനിക്ക് വേണം. എൻ്റെ ബൈക്ക് ഓടിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്. ഇന്ന് വരെ അതിൽ നിന്ന് എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സെൻറ്റിമെൻ്റലി ആ ബൈക്കിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയും. അങ്ങനെ എപ്പോഴും എൻ്റെ ബൈക്ക് കൊണ്ടുപോകാറുണ്ട്. ബ്രിഡ്ജിൻ്റെ മുകളിൽ വെള്ളത്തിലേക്ക് ചാടാറുണ്ട്. വീണ്ടും സർവീസ് ചെയ്ത് കൊണ്ടുവന്നിരും, വീണ്ടും അടുത്ത പ്രാവശ്യം എടുത്തുകൊണ്ടും. അങ്ങനെ എന്നും ഞാൻ അതിനുശേഷം കുറേ കാലം ആ ബൈക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ വലിയ നഷ്ടമായിരുന്നു. ജയേട്ടനെ കുറിച്ച് ഓർമ്മിക്കാൻ ഒരു ബൈക്കെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. കുറേ ഓർമ്മകൾ മാത്രമേ എൻ്റെ അടുത്ത് ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ ഞാൻ ഇത്രേ പറയുള്ളൂ. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ജയേട്ടൻ ഈ ഓർമ്മ ദിവസത്തിൽ മാത്രമല്ല, എന്തെന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ഉണ്ടാവാറുണ്ട്. മറ്റൊരു നടനും മറഞ്ഞുപോയ മൺമറഞ്ഞ മറ്റൊരു നടനും കിട്ടാത്ത ഭാഗ്യമാണ് ജയേട്ടന് കിട്ടിയുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇനി ആർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവുകയും ചെയ്യില്ല. അത്രത്തോളം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മഹാനായ എൻ്റെ ജയേട്ടൻ, ജയൻ എന്ന നടൻ ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു.